യൂത്ത് കോൺഗ്രസ് പാലാ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പായസമേള നടത്തി. വയനാട് ദുരിതബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന 30 ഭവനങ്ങളുടെ നിർമ്മാണ ചെലവിലേക്കുള്ള ധനസഹായ സമാഹരണത്തിനായാണ് പായസമേള സംഘടിപ്പിച്ചത്. പാലാ കുരിശുപള്ളി ജംഗ്ഷനിൽ പായസമേളയുടെ ഉദ്ഘാടനം മാണി സി കാപ്പൻ MLA നിർവഹിച്ചു. പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആൽബിൻ ഇടമനശ്ശേരിൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് പാലാ അസംബ്ലിയുടെ ആഭിമുഖ്യത്തിൽ ഒരു പായസമേള നടത്തപ്പെടുകയാണ്. 3 ദിവസം നടക്കുന്ന പായസമേളയാണ് നമ്മളിവിടെ നടത്തപ്പെടുന്നത്. വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് സംസ്ഥാന കമ്മിറ്റി 30ഓളം വീട് നിർമ്മിച്ച് നൽകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ 140 അസംബ്ലിയിലും വ്യത്യസ്തമായ രീതിയിലാണ് ഫണ്ട് റേസിംഗ് നടത്തുന്നത്. പാലാ പായസ ചലഞ്ചോടുകൂടിയാണ് നമ്മൾ ഫണ്ട് റേസിംഗ് നടത്തുന്നത്. ഇതിന് എല്ലാവരുടെയും സഹായസഹമായിട്ട് സ്നേഹത്തോടെ ക്ഷണിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ടോണി ചക്കാല, ആൻഡോച്ചൻ ജെയിംസ്, കിരൺ മാത്യു, ജസ്റ്റിൻ ജോർജ്, ജോബിഷ് ജോഷി, അഗസ്റ്റിൻ ബേബി, ബിബിൻ മാറ്റപ്പള്ളി, ഗോകുൽ ജഗനിവാസ്, UDF പാലാ നിയോജകമണ്ഡലം ചെയർമാൻ സതീഷ് ചൊളാനി, കോൺഗ്രസ് പാലാ മണ്ഡലം പ്രസിഡന്റ് തോമസ് കുട്ടി നെച്ചിക്കാടൻ, കോൺഗ്രസ് നേതാക്കളായ സാബ് ഇബ്രാഹിം, സന്തോഷ് മണർകാട്, റോബി ഉടുപുഴ, രാഹുൽ PNR തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. 3 ദിവസം പായസമേള നടത്തുമെന്ന് യൂത്ത് കോൺഗ്രസ് പാലാ നിയോജകമണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു.